ബിഗ് ബോസ് സീസൺ 5 വോട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ എടുക്കാതെ തന്നെ ബിഗ് ബോസ് സീസൺ 5 എങ്ങനെ വോട്ട് ചെയ്യുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതറിയാത്ത നിങ്ങളെ മറ്റ് കൂട്ടുകാർക്കൊക്കെ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നോക്കാം എങ്ങനെയെന്ന്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഹോട്ട്സ്റ്റാർ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. അപ്പോൾ ഞാൻ എൻ്റെ ഹോട്ട്സ്റ്റാർ ഇവിടെ അൺഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു പേജിലോട്ട് വരിക. അപ്പോൾ ഈ ഒരു പേജിലോട്ട് വരാനുള്ള ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലിങ്കിലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പേജിലോട്ട് എത്താൻ പറ്റും. അപ്പോൾ ഈ ഒരു പേജിലോട്ട് വന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് താഴോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റും ഡൗൺലോഡ് APK എന്ന് പറയുന്നൊരു ഓപ്ഷൻ അവിടെ കാണാൻ പറ്റും. അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇതുപോലെ ഒരു പേജ് വരും. അപ്പോൾ ഈ ഒരു പേജിൽ ജസ്റ്റ് ഒന്ന് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ രണ്ടാമത്തെ ഒരു ഓപ്ഷനിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് ഓൾഡ് വേർഷൻ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഹോട്ട്സ്റ്റാർ ഡൗൺലോഡ് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഡൗൺലോഡ് എന്ന് പറയുന്ന ആ ഒരു ബട്ടണിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇതുപോലെ ചോദിക്കും. അപ്പോൾ ഇതിലൂടെ ഡൗൺലോഡ് എനിവേ എന്നതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഹോട്ട്സ്റ്റാർ ഇപ്പോൾ ഡൗൺലോഡ് ആവുന്നുണ്ട്. ഡൗൺലോഡായി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ഒരു ഡൗൺലോഡ് ആയിട്ടുള്ള ഫയൽ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. അതിനായിട്ട് റൈറ്റ് സൈഡിൽ മുകളിലായിട്ടുള്ള 3 ഡോട്ടിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ വരും. ഇതിലൂടെ ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇതുപോലെ വരും. അപ്പോൾ ഇതിലൂടെ ഏറ്റവും മുകളിലായിട്ട് ഇവിടെ കാണാൻ പറ്റും നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഹോട്ട്സ്റ്റാറിൻ്റെ APK ഫയൽ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അതിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇതുപോലെ വരും. ഇതിലൂടെ താഴെ ഇൻസ്റ്റാൾ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിവിടെ ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. ഇൻസ്റ്റാൾ ആവുന്നവരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റാൾ ആയി ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ കാണാൻ പറ്റും താഴെ ഓപ്പൺ എന്ന് പറയുന്നൊരു ഓപ്ഷൻ. അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് ഈ ഒരു ഹോട്ട്സ്റ്റാർ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ് ഞാനിവിടെ. അതിനുശേഷം ഇതുപോലെ വരും. ഇതിൽ ഇഷ്ടപ്പെട്ട ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കണ്ടിന്യൂ എന്നതിലോട്ട് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇതുപോലെ നമ്മൾ ഈ ഒരു ഹോട്ട്സ്റ്റാർ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരും. അപ്പോൾ ഇതിലൂടെ ഏറ്റവും മുകളിലായിട്ടൊരു സെർച്ച് ബാർ കാണാൻ പറ്റും. അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഈ സെർച്ച് ബാറിൽ ബിഗ് ബോസ് എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ ഏറ്റവും ഫസ്റ്റ് തന്നെ അവിടെ കാണാൻ പറ്റും ബിഗ് ബോസ് സീസൺ 5 ആ ഒരു പടം ഇവിടെ കാണാം. അപ്പോൾ അതിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇതുപോലെ വരും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ബിഗ് ബോസ് സീസൺ 5 ഓരോ എപ്പിസോഡുകളും ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട എപ്പിസോഡുകൾ നിങ്ങൾക്ക് ഇവിടെ പ്ലേ ചെയ്യാവുന്നതാണ്. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് അതിന് താഴെയായിട്ട് ഇവിടെ കാണാൻ പറ്റും വോട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇതുപോലെ വരും. അപ്പോൾ ഇതുപോലെ അല്ലെങ്കിൽ ചിലപ്പോൾ ലോഗിൻ ചെയ്യാൻ ചോദിക്കും നിങ്ങളോട്. അപ്പോൾ നിങ്ങൾ അതിൽ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ അൺഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള അതിൽ ഞാൻ ലോഗിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിലുള്ള ആ ഒരു ഡീറ്റെയിൽ ഇവിടെ വന്നിട്ടുണ്ട്. പ്രീവിയസ് ലോഗിൻ ഡീറ്റെയിൽ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽ വെച്ച് നിങ്ങൾക്ക് ആ ഒരു അക്കൗണ്ട് തന്നെ ഇതിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു മൊബൈൽ നമ്പർ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ അതിലോട്ടൊരു OTP വരും. അപ്പോൾ ആ ഒരു OTP ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കണ്ടിന്യൂ എന്നതിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാ തവണ വോട്ട് ചെയ്യുമ്പോഴും ഇതുപോലെ OTPയോ അല്ലെങ്കിൽ ഇതുപോലെ ലോഗിൻ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഒറ്റ തവണ നിങ്ങൾ ലോഗിൻ ചെയ്താൽ മതി. പിന്നീട് നിങ്ങൾ വോട്ട് ചെയ്യുന്ന സമയത്തൊന്നും ഈ ഒരു OTPയുടെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ കണ്ടിന്യൂ എന്നതിലോട്ട് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം ഇതുപോലെ വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഇനി നിങ്ങൾക്ക് ആരെയാണോ വോട്ട് ചെയ്യേണ്ടത് അവരെ നിങ്ങൾക്ക് വോട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇന്നൊരു വോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതുപോലെ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആരെയാണോ വോട്ട് ചെയ്യേണ്ടത് അവരെ നിങ്ങൾ വോട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.